ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു ആഗ്രഹമാണ് ഒരു കാർ വാങ്ങുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു കാർ വാങ്ങുന്നതിന് മുൻപായി അവയെ ബോഡി സ്റ്റൈലുകൾ അനുസരിച്ച് എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയാലോ. നമ്മളിൽ അധികം പേരും നമ്മുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചത് ഒരു ഹാച്ച് ബാക്കിൽ നിന്നായിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കോമൺ ആയിട്ടുള്ളത് ഹാച്ച് ബാക്ക് സ്റ്റൈലിലുള്ള വാഹനങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതും ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയുമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം പാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നിലെ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഏരിയയിലേക്ക് തന്നെയാണ് ഇതിന്റെ ആക്സസ് ഉള്ളത്. നമ്മുടെ റോഡുകളിൽ കാണുന്ന പരമാവധി വാഹനങ്ങളും ഇപ്പോൾ ഹാച്ച് ബാക്ക് സ്റ്റൈലിലുള്ളതാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ്, ഹ്യുണ്ടായി i20, ടാറ്റ അൾട്രോസ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി അല്പമൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് വാങ്ങാവുന്ന മോഡലാണ് സെഡാൻ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിശാലമായ ബൂട്ട് സ്പേസ് ആണ്. അതായത് നമ്മുടെ പിന്നിലെ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് ഏരിയ നമുക്ക് ഇവയിൽ കാണാവുന്നതാണ്. ഹോണ്ട സിറ്റി, ഹ്യുണ്ടായി വേർണ, മാരുതി സുസുക്കി സിയാസ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഹാച്ച് ബാക്കിനെ അപേക്ഷിച്ച് വളരെ നീളം കൂടിയ വാഹനങ്ങളാണ് ഇവ. ഇനി മറ്റൊരു സ്റ്റൈലാണ് കൂപ്പെ എന്നത്. അതായത് ബോഡിയുടെ പിൻഭാഗം വളരെ സ്ലോപ്പായി ചരിഞ്ഞിറങ്ങി പോകുന്ന ഒരു സ്റ്റൈലാണ് കൂപ്പെ. ഫോർഡ് മസ്റ്റാങ്, ഓഡി A5 തുടങ്ങിയവയെല്ലാം ഈ ഒരു ബോഡി സ്റ്റൈലുള്ള വാഹനങ്ങളാണ്. സാധാരണയായി ഇവയ്ക്ക് 2 ഡോറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അടുത്ത കാലത്തായി 4 ഡോറുള്ള വാഹനങ്ങളും ഈ ഒരു ബോഡി സ്റ്റൈലിൽ റിലീസ് ആവുന്നുണ്ട്. അടുത്ത ഒരു ബോഡി സ്റ്റൈലാണ് കൺവേർട്ടിബിൾ എന്നത്. അതായത് ഇവയുടെ റൂഫ് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് പിന്നിലേക്ക് മടക്കി വയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു ബോഡി സ്റ്റൈലിലെ പ്രധാനപ്പെട്ട വാഹനങ്ങളാണ് മിനി കൂപ്പർ കൺവേർട്ടിബിൾ, മെഴ്സിഡീസ് ബെൻസ് ഇ-ക്ലാസ് കാബ്രിയോലൈറ്റ്, ഓഡി E3 കാബ്രിയോലൈറ്റ് തുടങ്ങിയവ. ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്ന റൂഫുകൾ സോഫ്റ്റ് ടോപ്പുമുണ്ട്, ഹാർഡ് ടോപ്പുമുണ്ട്. പിന്നീട് ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഏറ്റവും മനസ്സിനിണങ്ങിയ ഒരു വാഹന സ്റ്റൈലാണ് SUV എന്നത്, അഥവാ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഇവ സാധാരണയായി ഓഫ് റോഡ് കാപ്പബിലിറ്റിയോട് കൂടിയുള്ളവയാണ്. എല്ലാ വെഹിക്കിളും തന്നെ 4x4 രീതിയിലുള്ളവയാണ്. ഏത് കാടും മലയും കയറാൻ പ്രാപ്തിയുള്ളവയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് ടാറ്റ ഹാരിയർ, മഹീന്ദ്ര XUV 700, BMW X5 തുടങ്ങി ഫോർഡ് എൻഡവർ, ടൊയോട്ട ഫോർച്യൂണർ തുടങ്ങിയവ. വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനും തലയെടുപ്പുള്ള ഒരു രൂപവുമാണ് ഇവയുടെ പ്രധാന ആകർഷണങ്ങൾ. ഇനി മറ്റൊരു ബോഡി സ്റ്റൈലാണ് ക്രോസ് ഓവർ. ഹാച്ച് ബാക്കിനും SUVക്കും ഇടയിലുള്ള ഒരു ബോഡി സ്റ്റൈലാണിത്. ഹാച്ച് ബാക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കും. എന്നാൽ SUVയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവയ്ക്ക് ഓഫ് റോഡ് കപ്പബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അത്ര തന്നെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനും ആയിരിക്കുകയില്ല. ഈ ഒരു ബോഡി സ്റ്റൈലിലെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മാരുതി S-Cross അല്ലെങ്കിൽ ഹ്യുണ്ടായി i20 ആക്റ്റീവ്, ഹോണ്ട WRV തുടങ്ങിയവ. ഇനി നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരാത്ത ഒരു ബോഡി സ്റ്റൈലാണ് പിക്കപ്പ് ട്രക്കുകൾ എന്നുള്ളത്. നമ്മൾ സാധാരണയായി പിക്കപ്പുകൾ എന്ന് വിളിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നവയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പിക്കപ്പ് ട്രക്കുകൾ എന്നുള്ളത്. നമുക്കിവിടെ സാധാരണയായി കണ്ടുവരുന്ന ഒരു മോഡൽ ഇസുസു D-Max എന്നുള്ളതാണ്. അതായത് ഫ്രണ്ടിൽ നമ്മുടെ സാധാരണ കാറുകളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെട്ട ക്യാബിൻ കാണും. പിന്നിലായി നമ്മുടെ ആവശ്യാനുസരണം സാധനങ്ങൾ കയറ്റാനുള്ള പിക്കപ്പ് ട്രക്കും അവൈലബിൾ ആണ്. ഇനി ഒരുപാട് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ബോഡി സ്റ്റൈലാണ് മിനി വാൻ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ള മിനി വാനുകളെല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണ്. അവയ്ക്ക് ഉദാഹരണമാണ് ടൊയോട്ട വെൽഫയർ, റെനോ ലോഡ്ജി തുടങ്ങിയവ. ഈ ഒരു വാഹനങ്ങളിലേക്ക് കയറുവാനും ഇറങ്ങുവാനുമെല്ലാം വളരെ ഈസി ആയിരിക്കും. കാരണം അവയ്ക്കുണ്ടാവുക അധികവും സ്ലൈഡിംഗ് ഡോറുകളാണ്. ഇനി സെഡാന്റെ അല്പം കൂടി നീളം കൂടിയ മോഡലുകളാണ് സ്റ്റേഷൻ വാഗണുകൾ. വളരെയധികം
ഇന്റീരിയർ സ്പേസ് നൽകുന്ന വാഹനങ്ങളാണിവ. വോൾവോ V90 ക്രോസ് കൺട്രി, സ്കോഡ ഒക്ടേവിയ കോംബി, ടാറ്റ എസ്റ്റേറ്റ് തുടങ്ങിയവയെല്ലാം ഇന്ത്യയിൽ റിലീസായിട്ടുള്ള സ്റ്റേഷൻ വാഗൺ ബോഡി സ്റ്റൈലിലുള്ള വാഹനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നമാണ് ഏതെങ്കിലും ഒരു സൂപ്പർ കാർ. സൂപ്പർ കാറുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഡിസൈൻ തന്നെയാണ്. എയറോഡൈനാമിക്സിന് വളരെയധികം പ്രാധാന്യം നൽകി ഡിസൈൻ ചെയ്യുന്നവയാണിവ. അതോടൊപ്പം തന്നെ ഇവയുടെ സീറ്റിംഗ് പൊസിഷൻ വളരെ താഴ്ന്നിരിക്കും. സ്റ്റെബിലിറ്റി കൂട്ടുവാൻ വേണ്ടിയാണിത്. ഇനി മറ്റൊരു ബോഡി സ്റ്റൈലാണ് MPV അഥവാ മൾട്ടിപർപ്പസ് വെഹിക്കിൾസ്. MPV എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ടൊയോട്ട ഇന്നോവ കാറുകളാണ്. ഇവ SUV-കളെ അപേക്ഷിച്ച് കൂടുതൽ മൈലേജ് തരുന്നവയാണ്. എങ്കിലും ഇവയുടെ ഡിസൈൻ കാണുവാൻ അധികം ഭംഗിയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഉതകുന്നതാണ് ഈ തരത്തിലുള്ള വാഹനങ്ങൾ. അതോടൊപ്പം മറ്റുദാഹരണങ്ങളാണ് ഷെവർലെ ടവേര, മഹീന്ദ്ര മരാസോ തുടങ്ങിയവ. സോ ഇവയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന വാഹനങ്ങളുടെ ബോഡി സ്റ്റൈലുകൾ. ഇവയ്ക്ക് പുറമെ ടാറ്റ നാനോ തുടങ്ങിയവ ഉൾപ്പെടുന്ന മൈക്രോ കാറുകൾ എന്നൊരു സെഗ്മെന്റ് കൂടിയുണ്ട്. സോ എല്ലാവർക്കും വാഹനങ്ങളുടെ ബോഡി സ്റ്റൈലുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.